എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റോഷൻ ജോർജ് സാറാണ്. സാറ് കൊല്ലം ജില്ലയുടെ കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും കൂടിയാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തോളുന്നു. സ്വാഗതം സാർ. സാറിനൊന്ന് പരിചയപ്പെടുത്തുള്ളൂ സാർ. എൻ്റെ പേര് റോഷൻ ജോർജ്. ഞാൻ കൊല്ലം ജില്ലാ കൃഷി ഓഫീസിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. സാറ് ഈ കൃഷിയിലേക്ക് വരാനുള്ള വഴികൾ, കൃഷി വകുപ്പിലേക്ക് വരാനായിട്ടുള്ള കൃഷി വകുപ്പിലേക്ക് വരാൻ പ്രധാന കാരണം ഞാൻ ബിരുദം എടുത്തത് കൃഷി അഗ്രികൾച്ചറാണ്. അതിനുശേഷം നമ്മൾ PSC എഴുതി നമ്മൾ ഇതിനകത്ത് വരികയും ചെയ്യുക. ഇതിനകത്ത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. അങ്ങനെയാണ് കൃഷി വകുപ്പിൽ വരുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ കൃഷി വകുപ്പിൽ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന പദ്ധതികളൊക്കെ കുറിച്ച് എന്തൊക്കെയാണ്, ഒന്ന് ലഘുവായിട്ട് പറയാമോ? കൃഷി വകുപ്പ് ധാരാളം പദ്ധതികൾ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്നു. പരമ്പരാഗത കർഷകരെയും അതുപോലെ തന്നെ പുതിയ യുവാക്കളായ കർഷകരെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷക ഗ്രൂപ്പുകൾക്കും ഒക്കെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് ഹൈടെക് അഗ്രികൾച്ചർ മേഖലയിലേക്കാണ്. ഹൈടെക് കൃഷി രീതി അത് നമ്മൾ വ്യാപകമാക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും കൃഷി വകുപ്പിന് ഓഫീസുണ്ട്, കൃഷിഭവൻ ഉണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് കർഷകരെ നമ്മൾ സഹായിക്കുന്നത്, ഈ സഹായങ്ങൾ കൊടുക്കുന്നത്. സാർ, പണ്ട് കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രമായിരുന്നു. എന്നാലിപ്പം ഒരുപാട് പേര് കൃഷിയിലേക്ക് വന്ന് പല രീതിയിലുള്ള കൃഷികളൊക്കെ കണ്ട്. ഇപ്പം നമ്മൾ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലർ വീട്ടിൽ തന്നെ ചീരയൊക്കെ നട്ട് വളർത്തി അത് റോഡ് സൈഡിൽ കൊണ്ടുവയ്ക്കുന്നു. അത് നല്ല വീടുകൾ വളർത്തുന്നതായതുകൊണ്ട് ആൾക്കാർ ഇവിടെ ചെന്ന് മേടിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, അത് കൃഷി വകുപ്പിലേക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണോ കൊണ്ടുവന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുവാക്കൾ ധാരാളമായിട്ടിപ്പോൾ കൃഷിയിലേക്ക് വരുന്നുണ്ട്. അത് പറയുമ്പം പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറി പുതിയ രീതിയിലുള്ള കൃഷി, അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡിങ്സ് വളരെ കുറവാണ്. ഓരോ കർഷകരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 50, 30, 20 സെൻറ്റുകളൊക്കെ വെച്ച് ആണ് കൃഷി ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ നോക്കിയാൽ ഒരു ഏക്കർ കണക്കിന് കൃഷിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിൽ നമ്മൾ ഹൈടെക് അഗ്രികൾച്ചർ എന്ന മേഖലയിലേക്ക് ധാരാളം യുവാക്കൾ വരുന്നുണ്ട്. ഏതാണ്ട് കർഷകർക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ യുവാക്കൾ ബിരുദധാരികളാണെങ്കിൽ, പ്രത്യേകിച്ച് കാർഷിക ബിരുദം നേടിയ ധാരാളം യുവാക്കൾ വരുന്നുണ്ട്. അവർ വരുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് മറ്റ് ജനങ്ങൾക്കല്ലെ കർഷകർക്ക് പ്രോത്സാഹനമാകുന്നുണ്ട്. അത് കണ്ടു പഠിക്കുന്നുണ്ട്. ഇത് വളരെയേറെ, അതായത് മാസം 4 ലക്ഷം 5 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന യുവാക്കൾ നമ്മുടെ ഈ ജില്ലയിൽ പോലും നിലവിലുണ്ട്. സാർ, ഇപ്പം നമ്മുടെ കേരളത്തിൽ ദുരന്തങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കൃഷിയിൽ ഉണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കർഷകരിൽ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അതിജീവിക്കാനായിട്ട്? ഇത് അതിജീവിക്കാൻ കർഷകർ തന്നെ അവരവരുടെ കൃഷി രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പണ്ടുള്ള ഒരു സീസൺ അനുസരിച്ചുള്ള കൃഷി എന്നുള്ളത് കുറച്ച് കർഷകരെങ്കിലും അത് മാറ്റിയിട്ടുണ്ട്. അതായത് കാലാവസ്ഥയെ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയ്ക്ക് അതിനെ തരണം ചെയ്യുന്ന ചില വിളകൾ, അതേപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷനായിട്ടുള്ള ക്രോപ്പുകൾ, അങ്ങനെയുള്ള രീതിയിലേക്ക് അവർ മാറി ആ ഒരു പ്രതിബന്ധത്തെ നേരിടാൻ വേണ്ടി ധാരാളം അവർക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ചേഞ്ചും നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദം കൃഷിയിലേക്കുള്ള മാറ്റം സമൂഹത്തിൽ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് സാർ? പ്രകൃതിദത്തമായ കൃഷി രീതികൾ മൂലം അത് ധാരാളം സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ. അതായത് പ്രത്യേകിച്ച് അത് കാരണം ആരോഗ്യപരമായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ മീഡിയകളൊക്കെ വന്നതുകൊണ്ടും ജനങ്ങളെല്ലാം അത് അവെയർ ആയതുകൊണ്ടും അവർക്ക് നല്ല ഭക്ഷണം, മായം കലരാത്ത ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ധാരാളമായിട്ട് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അത് ധാരാളമായ ആൾക്കാർ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീടുകളിൽ വലിയ കൃഷിയുള്ളവർ കൃഷിയുണ്ട്, കൃഷിയില്ലാത്തവർക്ക് കൃഷിയില്ല, അങ്ങനെയുള്ള രീതിയിൽ നിന്ന് മാറി ഇന്നൊരു 5 സെൻറ്റ് ഉള്ളവർക്കും കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള ടെക്നോളജികളുണ്ട്. അതവർ അവലംബിക്കുന്നുമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അവർ ആരോഗ്യ സംരക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാട് ധാരാളം കർഷകർ ചെയ്യുന്നുണ്ട്.
പ്രത്യേകിച്ച് ടൗണിൽ ഒക്കെ ടെറസ് കൾട്ടിവേഷന്, പിന്നെ അതുപോലെ തന്നെ ചെറിയ റെയിൻ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി 1 സെൻറ്റ് 2 സെൻറ്റൊക്കെ റെയിൻ ഷെൽട്ടർ അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ മാക്സിമം വീടുകളിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ബോധം ഇന്ന് ജനങ്ങളിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം കർഷകരായിട്ട് അവർ ഇതിനകത്ത് നമ്മുടെ കൃഷിഭവനുകളുമായിട്ട് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ കൃഷി ശാസ്ത്രജ്ഞന്മാരോട് ബന്ധപ്പെടുകയും ആ രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സാർ, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ കൃഷി കുറവാണ്. നല്ല രീതിയിൽ, കാരണം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ച് പല കാര്യങ്ങളിലും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതിന് മാറ്റം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. അതിന് പ്രധാനമായിട്ട് ഇത് അവരവർക്ക് ആവശ്യമുള്ളത് നമുക്കെല്ലാം ചിലപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു പൊട്ടറ്റോ ഉണ്ടാക്കണം, അതുവരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധാരണ ജനങ്ങളിലേക്ക് ഒരു ഉള്ളിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പം, അല്ലെങ്കിൽ കൂൾ സീസൺ വെജിറ്റബിൾസ് ഒക്കെ ചിലപ്പം, എന്നാൽ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും സാധ്യമാകത്തില്ല. എങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള മിക്കവാറും പഴവർഗ്ഗങ്ങളാണെങ്കിലും പച്ചക്കറിയാണ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്, അരി കഴിഞ്ഞാൽ. അപ്പോൾ ആ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് ടെക്നോളജികളുണ്ട്, ഇന്നവർ അവലംബിക്കുന്നുണ്ട്. അതിനുള്ള ഗവൺമെൻറ് സഹായങ്ങളും കർഷകർക്ക് നൽകി വരുന്നുണ്ട്. ധാരാളം ആൾക്കാർ അത് അവലംബിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സാറ് കർഷക ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ബിരുദം എടുത്തു. ഈ പണ്ട് കാലങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കൃഷിയുമായിട്ട് നല്ല മാറ്റമുണ്ട്, കൃഷിയുടെ രീതികളിൽ മാറ്റമുണ്ട്. ഇത് ഏറെക്കുറെ നല്ലതാണോ, അല്ലെങ്കിൽ അതിരുന്ന മാറ്റങ്ങൾ ഇനിയും കുറച്ചുകൂടി മാറാനുണ്ടോ എന്നുള്ളതാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ യുവജനങ്ങൾ ധാരാളമായിട്ട് കൃഷി മേഖലയിലേക്ക് വരുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസം, അതായത് അഗ്രികൾച്ചർ ബിരുദം മാത്രമല്ല, IT മേഖലയിലുള്ളവരും ഒക്കെ അവരുടെ ഒരു ജോലി ഒക്കെ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടി അവർ കൃഷി മേഖല തിരഞ്ഞെടുത്ത് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഈ പുതിയ നൂതന കൃഷി രീതികളാണ് അവർ അവലംബിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അതിനൊരു പ്രധാന ഇതാണ്. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ, അത് ഫുള്ളി സെൻസർ ബേസ്ഡ് കൾട്ടിവേഷനാണ് അവർ ചെയ്യുന്നത്. അതായത് ഇറിഗേഷൻ ആണെങ്കിലും വളം കൊടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ അതിൽ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് സെൻസറിൻ്റെ ഉപയോഗത്തോടു കൂടി കൃത്യസമയത്ത് കൃത്യ അളവിൽ ക്രോപ്പിന് മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ വളം കൊടുത്ത് കൃഷി ചെയ്യുന്ന രീതി. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് കുറച്ച് സ്ഥലത്ത് മാക്സിമം ഈൽഡ് ഉണ്ടാകാം. 1. 2, പണ്ട് പരമ്പരാഗത കർഷകർ ചെയ്യുന്നതിനോട്ട് കിളയ്ക്കുകയോ അങ്ങനെയുള്ള ഇതൊക്കെ മാറി വൈറ്റ് കോളർ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, അവർക്കുള്ള സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെയുള്ള പറയാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മേജറായിട്ട് കൃഷി ചെയ്യുന്ന ഒരു 10-15 യുവ കർഷകർ ഇപ്പോൾ ഉണ്ട്. അത് നല്ല വരുമാനമുള്ളവർ, ഒത്തിരി ധാരാളം ആൾക്കാരുണ്ട് എങ്കിൽ പോലും ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ മാസ വരുമാനം കിട്ടുന്ന ധാരാളം യുവാക്കളുണ്ട്. ഇത് വളരെയേറെ പ്രചോദനമാണ് മറ്റ് കർഷകർക്ക്, അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് ധാരാളം പ്രയോജനം ഉണ്ടാക്കുന്നുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ യുവജനങ്ങൾക്ക് കൊല്ലത്ത് തന്നെ ഏകദേശം 3 ലക്ഷത്തോളം വരുമാനം ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്. ഇതേപോലെ പുതുതായി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൃഷി വകുപ്പിൽ നിന്നുണ്ടോ, ജനങ്ങൾക്ക് അറിയാനായിട്ടുള്ള? ഉണ്ട്, അത് ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഏതെങ്കിലും കർഷകന് അങ്ങനെ ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ പോയി കാണുക. ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ പോയി കണ്ട് അതിൻ്റെ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് മാർക്കറ്റിങ്ങും കൂടെ ആദ്യം നമ്മൾ മാർക്കറ്റിംഗ് ആണ് നോക്കണം. മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നോ എന്നുള്ളതായിരിക്കണം ആദ്യത്തെ നമ്മൾ ഏറ്റവും അവസാനം മാർക്കറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നഷ്ടം വരും. ഈ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ ക്രോപ്പിനെ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് ധാരാളം സഹായങ്ങൾ നൽകുന്നുണ്ട്. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കൾക്കോ അല്ലെ ആർക്കാണെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരൊരു ബാങ്കബിൾ പ്രോജക്റ്റ് സമർപ്പിച്ചാൽ, ഇങ്ങനെയുള്ള കൃഷി രീതികൾക്ക് ഒരു ബാങ്കബിൾ പ്രോജക്റ്റ് സമർപ്പിച്ചാൽ ഏകദേശം 40% സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ബാക്കി അവർ ലോണായിട്ട് അവർക്ക് കിട്ടും. അത് ലോണിൽ തന്നെ അവർക്ക് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ എടുക്കുകയാണെങ്കിൽ അവർക്ക് നിലവിൽ ഉള്ള പലിശ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കൊടുക്കുന്ന പലിശയെക്കാളും അതിൻ്റെ അകത്തും 3% സബ്സിഡിയോട് കൂടിയാണ് അവർക്ക് ലോൺ അനുവദിക്കുന്നത്. ഈ സാറ് പറഞ്ഞല്ലോ, കുറച്ച് കൃഷിയിടങ്ങളിൽ ചെന്ന് കണ്ട് പഠിക്കുന്ന യുവാക്കൾ പഠിക്കണം. അതെ, സാറ് നേരിട്ട് കണ്ടിട്ടുള്ള 1-2 ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഏതൊക്കെ കൃഷിയാണ് അവർ ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് പ്രേക്ഷകർക്ക് താല്പര്യമുള്ളവർക്ക് പോയി കണ്ട് പഠിക്കാമല്ലോ? തീർച്ചയായിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത് നമുക്ക് പറയാൻ കഴിയുന്നത് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല
പഞ്ചായത്തിൽ. അവിടെ ഒരു അമൽ എന്ന് പറയുന്ന ഒരു യുവ കർഷകനുണ്ട്. അദ്ദേഹം കാർഷിക ബിരുദധാരിയല്ല, അല്ലാതെ ഒരു ബിരുദം ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആദ്യം മുതലേ കൃഷിയിലേക്ക് കടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ചെറിയ സ്ഥലത്ത് ഒരു പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ചെറിയെന്ന് പറഞ്ഞാൽ 200-300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അദ്ദേഹം പലയിടത്ത് പോയി കണ്ട് പരിചയപ്പെട്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം പഠിച്ച് പുള്ളി അത് ഇന്ന് വലുതാക്കി ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റ് കൃഷിയാണ് ഇപ്പം അദ്ദേഹം വെട്ടിക്കവല അമൽ എന്ന് പറയുന്ന ആ ഒരു യുവ കർഷകൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ നിയമസഭയിൽ പോലും അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഏതോ ക്വസ്റ്റിന് വേണ്ടി ആൻസർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 4 ലക്ഷം രൂപയോളം ഒരു മാസം വരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നു. അദ്ദേഹം ചെയ്യുന്നത് ഈ ലീഫി വെജിറ്റബിൾസ് ആണ് ചെയ്യുന്നത്. അതിന് ഇന്നിപ്പോൾ ധാരാളം ഈ സാലഡ്സ് പോലുള്ള സാലഡൊക്കെ നമ്മുടെ ആഹാര രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മായങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ രാസ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ പ്യുവറായിട്ട് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റാണ് കർഷകർക്ക് കൊടുക്കുന്നത്. അദ്ദേഹം വലിയ വലിയ മോളുകളിലെല്ലാം ഡെയിലി സപ്ലൈ ആണ്. അദ്ദേഹം ആ ഒരു ഓരോ ദിവസം ഒരു ഇത്ര ടൺ അല്ലെങ്കിൽ ഇത്ര കിലോ സപ്ലൈ ചെയ്യത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്താണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വർഷത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് വർഷത്തിൽ 12 മാസവും ആ കൃഷി ചെയ്യാം. ഈ 12 മാസവും അദ്ദേഹത്തിന് ബ്രക്കോളി അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ അവർക്ക് 12 മാസവും ഈ ആൾക്കാർക്ക് സ്ഥിരമായിട്ട് വിതരണം ചെയ്യാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം മാർക്കറ്റായി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമേ അല്ല. ആദ്യമൊക്കെ കുറച്ച് പാടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്രശ്നമല്ല. പല ഓർഡറുകൾ വരുന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ ഇല്ല പ്രോഡക്റ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ സാറേ, നമ്മുടെ ഈ മാറി വരുന്ന ഭക്ഷണരീതി, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഭക്ഷണരീതി ഭയങ്കര മാറ്റമുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ തറവാടുകളിലും കുടുംബങ്ങളിലും എല്ലാം ചെറിയ കൃഷികളുണ്ടായിരുന്നു. അതിൽ കിട്ടുന്ന വിളവുകളൊക്കെ ആയിരുന്നു വൈകിട്ടും ഉച്ചയ്ക്കും അവിടുത്തെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല. അവരെല്ലാം ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ഓൺലൈൻ ഫുഡിലൊക്കെയാണ്. അപ്പോൾ ഇത് ഒരുപാട് നല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ലതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരു ക്യാൻസർ രോഗികളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ കേരളത്തിൽ പെട്ടെന്ന് കൂടുതലാണ്. ചെറിയ കുട്ടികളിൽ തന്നെ ഡയബറ്റിക്കൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃഷിയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതൊരു കാരണം തന്നെയാണ്. അപ്പോൾ ഇതിലൊരു മാറ്റം വരുത്താൻ നമ്മൾ ജനങ്ങൾ എന്താണ് ശരിക്കും കൃഷി വകുപ്പുമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളുണ്ടോ, അല്ല എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? കൃഷി വകുപ്പ് ഇതിനു വേണ്ടി വളരെയേറെ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതാത് എൻ്റെ വീട്ടിൽ എനിക്കാവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോടു കൂടി ഓരോ വീടുകളിലും നമ്മൾ പച്ചക്കറി തൈകളും വിത്തുകളും ഫലവൃക്ഷങ്ങളുടെ തൈകൾ എന്നിവ വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ഒരു വീട്ടിൽ പഴം അതിനാവശ്യമുള്ള അല്ലെങ്കിൽ വാഴ വേണമെങ്കിൽ അതിനുള്ള വിത്തുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പച്ചക്കറികൾ 5-10 ഇനം പച്ചക്കറി തൈകൾ പണ്ട് വിത്തായിരുന്നു കൊടുത്തെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ മാറ്റി തൈകളാക്കുമ്പോൾ അത്രയും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതെങ്ങനെയായാലും അവർ അത് കൃഷി ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ടെറസ് കൾട്ടിവേഷന്, ഗ്രോ ബാഗ് വെച്ചിട്ടുള്ള കൾട്ടിവേഷന്, പോട്ടിലുള്ള കൾട്ടിവേഷന്, അപ്പോൾ അങ്ങനെയുള്ള രീതികൾ അവലംബിക്കുന്നതിന് അവർക്ക് ബോധവൽക്കരണം നൽകുന്നത് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അത് തന്നെ നമ്മൾ റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ടൊക്കെ ചേർന്ന് അവിടെ തന്നെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ബോധവൽക്കരണം ചെയ്യാറുണ്ട്. അതാത് വീടുകളിൽ ഉള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്കൂളുകളിൽ ഉള്ള കൃഷി. സ്കൂൾ കുട്ടികളെ, നേരത്തെ പറഞ്ഞ അതാണ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ഈ കൃഷിയിൽ നിന്നും അകലുന്നു, ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിത്തുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി. അത് വളരെ വലിയ വിജയം ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. ഇപ്പോഴും അത് നടന്നു വരുന്നു. അവർക്കും തൈകളും ഒക്കെ കൊടുക്കുന്നു. അതുമാത്രമല്ല, സ്കൂളിൽ കൃഷിയുണ്ട്. നമുക്ക് ഏതെങ്കിലും സ്കൂളുകൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 സെൻറ്റോ 5 സെൻറ്റോ ഒക്കെ സ്ഥലം ഉള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് തൈകളും വളങ്ങളും ഒക്കെ വിതരണം ചെയ്ത് അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കർഷകർ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടി ആണ് അല്ലെങ്കിൽ പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. അത് വളരെ വിജയകരമായി നടപ്പിലാക്കുന്നത്. ധാരാളം കുട്ടികൾ ഇങ്ങനെ ആകർഷകരായി. നമ്മൾ 1000 പേരെ എടുത്താൽ 900 പേര് വരത്തില്ല, പക്ഷേ ഒരു 100 പേരെങ്കിലും വരും. അപ്പം അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് പല റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില അംഗൻവാടികളും സ്കൂളിലൊക്കെ അവരവരെ ഒരു ടാസ്ക് പോലെ കൊടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വിളവുകൾ അടുത്ത ദിവസം വരുമ്പോൾ കൊണ്ടുവരണം. അത് അവർ
കട്ട് ചെയ്തിപ്പം പപ്പായ ആണെങ്കിലോ എന്തെങ്കിലാണെങ്കിലോ അതൊക്കെ സാലഡ് പോലെ വെച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു എനിക്കൊന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. ഇതിനെ അനുകൂലിക്കാനായിട്ട് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിന് ആൻസറാണ്. കുട്ടികളെ ഇതിനകത്തോട്ട് അടുപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് ബോധവൽക്കരണങ്ങൾ, അവർക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അവരെ ബോധവൽക്കരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു പാവൽ വെച്ചിട്ട് പാവയ്ക്ക ഉണ്ടെങ്കിൽ അത് കയ്പ്പാണെങ്കിലും, നമുക്കറിയാം കൊച്ചുകുട്ടികൾ കയ്പ്പ് അല്ലെങ്കിൽ പാവയ്ക്ക കഴിക്കാൻ ചിലവർ ബുദ്ധിമുട്ട്, പക്ഷെ അത് കയ്പ്പാണെങ്കിലും ആ കുട്ടി ഞാനുണ്ടാക്കിയ തൈയിൽ നിന്ന് ഉണ്ടായ പാവയ്ക്കയാണെങ്കിൽ അവർ കഴിക്കും. അങ്ങനെ അവർക്ക് പ്രാക്ടീസ് ഉണ്ടാകും. അങ്ങനെ പച്ചക്കറികൾ അവർ ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അവർ സ്കൂളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ കൊണ്ടുവന്നതാണെന്നുള്ള രീതിയിൽ അവർക്കതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും, അവർ കഴിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഞങ്ങളിപ്പോൾ അവർക്ക് ഞങ്ങൾ ഈ കർഷക ദിനത്തിന് കർഷകരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം വർഷങ്ങളായിട്ട് നടപ്പിലാക്കും. അവിടെ നമ്മൾ പല പഞ്ചായത്തുകളിലും കുട്ടി കർഷകരെ ആദരിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അങ്ങനെ കൊച്ചു കുട്ടികളെ അവർക്ക് പ്രോത്സാഹനം നൽകുന്നു. അവരുടെ വീടുകളിൽ നമ്മൾ പോയി നോക്കുന്നു. സംസ്ഥാന തലത്തിൽ പോലും ഇതിന് അവാർഡുണ്ട്. കുട്ടി കർഷകരുടെ സംസ്ഥാന ലെവൽ പോലും അവാർഡുണ്ട്. ജില്ലാ ലെവൽ, പഞ്ചായത്ത് ലെവൽ, സംസ്ഥാന ലെവൽ, ഇങ്ങനെയുള്ള അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് പ്രചോദനമാണ്. ധാരാളം ആൾക്കാർ അങ്ങനെ തന്നെ നമുക്കിപ്പം ഇത് പറയുമ്പോൾ എണ്ണം വെച്ച് പറയുമ്പോൾ കുറവാണെങ്കിൽ പോലും ധാരാളം കൊച്ചു കുട്ടികൾ ഈ കൃഷിയിലേക്ക് വരികയും ഡിഗ്രിയൊക്കെ ആ ഒരു പ്രായമാകുമ്പോൾ സ്വന്തമായിട്ട് കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ധാരാളം കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ നഗരവും ഉൾനാടൻ സ്ഥലങ്ങളും പഞ്ചായത്തുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്തുകളിലൊക്കെ ഞാൻ തോന്നുന്നു കൃഷി കുറച്ചുകൂടി നഗരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതുകൊണ്ട് എന്ന് തോന്നുന്നു. കാരണം സ്ഥലം അത്യാവശ്യമുണ്ട്, ടൗണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ രണ്ട് സ്ഥലങ്ങളും കൊടുക്കുന്ന പദ്ധതികൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അല്ലാതെ ഒരേപോലെ പദ്ധതികൾ തന്നെയാണോ? പദ്ധതികൾ എല്ലാവർക്കും ഉണ്ട്, ഒരേപോലെ തന്നെയാണ് പദ്ധതികൾ. നേരത്തെ പറഞ്ഞത് സ്ഥല സൗകര്യം അനുസരിച്ച്. എന്നാലും ഞാൻ നേരത്തെ ഈ ഗ്രോ ബാഗ് കൃഷി അല്ലെങ്കിൽ ടെറസ് കൾട്ടിവേഷൻ അങ്ങനെയുള്ള കൃഷികൾ കൂടുതലും നമ്മുടെ ടൗൺ പ്രദേശങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. മറ്റുള്ളവർക്ക് പരമ്പരാഗത രീതിയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ധാരാളം സഹായം കൊടുക്കുന്നുണ്ട്. ഏരിയ അനുസരിച്ച് അവരുടെ ഏക്കറേജ് അനുസരിച്ച് നമ്മൾ അവർക്ക് സഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൗണിലൊക്കെ ഉള്ളവരെ നമ്മൾ ഈ വളം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെർമി കമ്പോസ്റ്റ് യൂണിറ്റുകൾ, ജൈവ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള ട്രെയിനിങ്ങുകൾ, ബോധവൽക്കരണം അതൊക്കെ കൊടുക്കുകയും അങ്ങനെ അവർക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ വളമാക്കി മാറ്റുന്നതിനും അത് കൃഷിയിൽ ഉപയോഗിക്കുന്നതിനുമൊക്കെ ഉള്ള ധാരാളം സഹായങ്ങൾ ടൗൺ ഏരിയയിൽ കൊടുക്കുന്നു. മറ്റവർക്ക് കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള വെർമി കമ്പോസ്റ്റ് ആണെങ്കിലും വലിയ രീതിയിലുള്ള വെർമി കമ്പോസ്റ്റുകളും അങ്ങനെയുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓർഗാനിക് കൃഷിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിനും ഒക്കെ പദ്ധതികൾ ധാരാളം നൽകുന്നുണ്ട്. സാർ, ഇപ്പം ഈ പലരും മക്കളെ എൻജിനീയറാക്കുക, ഡോക്ടറാക്കുക, വക്കീലാക്കുക, അങ്ങനെ വലിയ വലിയ IT ഫീൽഡിലേക്ക് വിടുക എന്നുള്ള കർഷകനാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടോടെ കർഷകനാണ് എന്ന് പറയും ബുദ്ധിമുട്ടോടെ നോക്കുന്ന സംസ്ഥാനത്തിൽ നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു യുവാവിന് കൃഷിയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇതുപോലെ ബിരുദം എടുത്ത് നല്ല പൊസിഷനിലേക്ക് വന്ന് കൃഷിയിലൂടെ കടന്നു വരണമെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇദ്ദേഹം പോകേണ്ടതെന്നുള്ളത് ഒന്ന് പറയാം. ഇങ്ങനെയുള്ള ബിരുദധാരികൾക്ക് ധാരാളം സാധ്യതകൾ നിലവിൽ ഉണ്ട്. നമുക്കറിയാം പണ്ട് ഉള്ള കാലങ്ങൾ പോലെയല്ല, ഇന്ന് അവർക്ക് മീഡിയകളിൽ കൂടി തന്നെ ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അറിവുകൾ കണ്ട് നേരത്തെ ഞാൻ അതിനും ആൻസർ നേരത്തെ എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞു. ഇന്നിപ്പം ധാരാളം യുവാക്കൾ ഈ വൈറ്റ് കോളർ ജോബ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തന്നെ ധാരാളം ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ബിരുദധാരികളായിട്ടുള്ള പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ബിരുദധാരികളായിട്ടുള്ള ധാരാളം യുവാക്കൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വിജയിച്ച കഥകൾ കേരളത്തിലുടനീളം ഉണ്ട്. ഇപ്പം അതിനകത്ത് ഒരു ഉദാഹരണത്തിന് കൂൺ കൃഷി. നമ്മൾ ഇപ്പം കൂണിൻ്റെ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും അറിയാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കൂണ്. ധാരാളം ആൾക്കാർ ഇന്നുണ്ട്. ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് മാളിലൊക്കെ കൂൺ വിൽപ്പനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൃഷിയിലേക്ക്, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, നേരത്തെ പറഞ്ഞ ലീഫ് വെജിറ്റബിൾസ്, തേനീച്ച കൃഷി, അപ്പോൾ അങ്ങനെയുള്ള കൃഷിയൊക്കെ ധാരാളം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വരുമാനവും ഈ കൃഷികൾക്കെല്ലാം വരുമാനവുമുണ്ട്. അതുമാത്രമല്ല, ഇന്ന് യുവാക്കൾ കടന്നു വന്നതോടെ ഒരു മാറ്റവും കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് അവർ വെറും ഒരു കൃഷി ഉണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് അതുപോലെ വിൽക്കുകയല്ല ചെയ്യുന്നത്. അവർ അതിനെ വാല്യൂ ആഡ് ചെയ്താണ് കൂടുതൽ യുവ കർഷകർ ചെയ്യുന്നത്. അതിനകത്ത് വരുമാനം കൂടും, അതുപോലെ തന്നെ നഷ്ടം കുറയ്ക്കാൻ കഴിയും.
കാലാവസ്ഥയെ അതിജീവിക്കാൻ ഇപ്പം ഒരു മഴ സീസണിൽ നമുക്ക് കുറച്ച് സാധനം കിട്ടുന്നു, അത് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോഴത്തേനും അതിനെ വാല്യൂ അഡീഷൻ ചെയ്ത് അവർക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള ധാരാളം അവസരമുണ്ട്. അങ്ങനെ ആ രീതിയിലേക്ക് ധാരാളം കർഷകർ അല്ലെങ്കിൽ യുവ കർഷകരും ഒക്കെ തിരിയുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞങ്ങളുടെ കൃഷി വകുപ്പ് വളരെയേറെ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സ്കീം നടപ്പിലാക്കി വരുന്നത് കേരള ഗ്രോ ബ്രാൻഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് കർഷകർ വേണമെങ്കിലും അതിന് അപ്ലൈ ചെയ്യാം. അതിന് കുറച്ച് നോംസും കാര്യങ്ങളുണ്ട്. അവരുടെ സ്വന്തം പ്രോഡക്റ്റ് ആയിരിക്കണം, അതിന് നോംസ് ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് കേരള ഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊടുക്കുകയാണ്. ആ ബ്രാൻഡ് കൊടുത്താൽ അവർക്ക് എവിടെ വേണമെങ്കിലും അത് വിൽക്കാം. കേരള ഗ്രോ പ്രോഡക്റ്റ് ആണ് എന്നുള്ള ആ ഒരു ബ്രാൻഡ്, അതായത് സംസ്ഥാന ഗവൺമെൻറ് ബ്രാൻഡാണ് കേരള ഗ്രോ. അപ്പോൾ അത് കൊടുത്ത് ധാരാളം മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ആമസോൺ പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റിലേക്ക് ധാരാളം അങ്ങനെയുള്ള ആൾക്കാർ മാർക്കറ്റിംഗിലേക്ക് കടന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് സ്വന്തം ഉൽപ്പാദനമായിരിക്കണം. സ്വന്തം ഉൽപ്പാദനം, ഗ്രൂപ്പ് ആയിട്ടുള്ള ഉൽപ്പാദനം, അവർക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത്. അതെ സാർ, ഇടയ്ക്ക് പറഞ്ഞ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, ഈ കൾട്ടിവേഷൻ തന്നെ പല ടൈപ്പ്സ് ഉണ്ടല്ലോ. അതെ, ഇത് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ ധാരാളമുണ്ട്. ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ റെയിൻ ഷെൽട്ടർ ചെയ്യുന്നുണ്ട്. റെയിൻ ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ മഴക്കാലങ്ങളിൽ അവർക്ക് റെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള റെയിൻ ഷെൽട്ടർ. അതിന് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല, മേളിൽ തന്നെ ഷീറ്റൊക്കെ UV ഷീറ്റൊക്കെ ചെയ്ത്, അപ്പോൾ അവർക്ക് സൂര്യപ്രകാശം കിട്ടും, കൃഷി നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചില പച്ചക്കറികളൊക്കെ മഴ സമയത്തും ഒക്കെ നമുക്കതിനകത്ത് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്. ഓപ്പൺ ഫീൽഡിൽ പ്രിസിഷൻ, അതായത് സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള, ആ കൃഷിക്ക് ആവശ്യമുള്ള വളവും വെള്ളവും ഒക്കെ അതിൻ്റെ മൂട്ടിൽ തന്നെ കൊടുക്കുന്ന രീതിയിലുള്ള പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്. വളവും എല്ലാം അത് കൃത്യമായിട്ടുള്ള അളവനുസരിച്ച്, നമ്മളിപ്പം മാനുവലായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു വളം ഇടുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യത ചിലപ്പോൾ കുറവായിരിക്കും. മറ്റേത് കൃത്യതാ കൃഷിയാണ്. കൃത്യ അളവ് വെള്ളം, കൃത്യ അളവ് മൂലകങ്ങൾ, കൃത്യ അളവ് എന്തെങ്കിലും കീടനാശിനി പോലുള്ള ജൈവ കീടനാശിനികൾ, ഇവ എല്ലാം അവർക്ക് കൊടുത്ത് വളർത്തുന്ന ഒരു മെത്തേഡാണ് പ്രിസിഷൻ ഫാമിംഗ്. ആ പ്രിസിഷൻ ഫാമിങ്ങും ധാരാളം കർഷകർ അവലംബിക്കുന്നുണ്ട്. ഇതുവഴി ഉള്ള ഗുണം എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടാം, പ്രൊഡക്ഷൻ അനുസരിച്ച് കൂടുകയും ചെയ്യും. ഇവർക്ക് കാലാവസ്ഥ എന്താണെങ്കിലും കൃഷി ചെയ്യുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കൃഷിയാണ് പ്രധാനമായിട്ടും അവലംബിക്കുന്നത്. പിന്നെ ഹൈഡ്രോപോണിക്സ് ഉണ്ട്. ഹൈഡ്രോപോണിക്സ് ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതൊരു നൂതന കൃഷിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൃഷികൾ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ കാർഷിക മേഖല നേരിടുന്നൊരു വലിയ വെല്ലുവിളിയാണ് തൊഴിലാളി ക്ഷാമം. അത് നമ്മളാർക്കും ഈ പറഞ്ഞ കണക്ക് കൃഷിയിലേക്ക് പോകാൻ താല്പര്യമില്ല. നമ്മൾ എന്ത് കൃഷി എന്നല്ല, പല ജോലികൾക്കും നമ്മുടെ മലയാളികൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഈ ജോലികളൊക്കെ ചെയ്യാനും ഒട്ടും മടിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ പരിഹരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്? തൊഴിലാളി ക്ഷാമം വലിയ ഒരു പ്രശ്നമാണ്. അങ്ങനെയാണ് ചില അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഈ കൃഷിക്കൊരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ കൃഷി നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നെൽകൃഷിയാണെങ്കിലും. അപ്പോൾ അങ്ങനെ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള കൃഷി മേഖല വളരെയേറെ പിന്നോട്ട് പോകാനുള്ള ഒരു പ്രധാന കാരണം ഈ തൊഴിലാളിയുടെ ക്ഷാമമാണ്. യന്ത്രവൽക്കരണമാണ് അതിനകത്തൊരു പ്രധാനമായിട്ട് നമുക്കതിനെ ചെയ്യാൻ ഒക്കുന്നത്, അല്ലെങ്കിൽ പരിഹാര മാർഗം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് യന്ത്രവൽക്കരണത്തിനും ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ വലിയ ട്രാക്ടറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ധാരാളം കൃഷി ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഏരിയ ഉള്ളതുകൊണ്ട്. ഇവിടെ നമുക്ക് സ്മോൾ ഹോൾഡിങ്സ് ആയതുകൊണ്ട് ചെറിയ മിഷനറീസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ധാരാളം പുതിയ ടെക്നോളജികൾ, അല്ലെങ്കിൽ പുതിയ മെഷീനറീസ്, ചെറിയ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ് ധാരാളം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കർഷകർ ധാരാളം ഉപയോഗിക്കും. ട്രാക്ടറാണെങ്കിൽ ചെറിയ ട്രാക്ടറുകളുണ്ട്, ഗാർഡൻ ടില്ലറുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ഏരിയയിലും കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള യന്ത്രവൽക്കരണം ധാരാളമായിട്ട് യഥാർത്ഥത്തിൽ അതിന് മറ്റതിൻ്റെ ഒരു ഗുണഫലമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഈ തൊഴിൽ ക്ഷാമം, തൊഴിലാളികൾ കിട്ടുന്നില്ല എന്നുള്ളതിന് ഒരു ഗുണഫലമാണ് യന്ത്രവൽക്കരണത്തിലേക്ക് ധാരാളം ആൾക്കാർ പോയതും ഇങ്ങനെയുള്ള പുതിയ നൂതന കൃഷി സമ്പ്രദായത്തിലേക്ക് പോയതും ഇതിൻ്റെ ഒരു ഗുണഫലമായിട്ടും കാണാം.
ഇതിനകത്ത് നമുക്ക് യന്ത്രവൽക്കരണം ചെയ്യുന്നതിന് ഗവൺമെൻറ് സഹായം കൊടുക്കുന്നുണ്ട്. ഈ യന്ത്രം വാങ്ങിക്കുന്നതിന് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇതെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്. സ്മാം എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതുവഴി അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ യന്ത്രങ്ങൾക്ക് 40% പല റേഞ്ചാണ്, 40 മുതൽ ഗ്രൂപ്പുകൾക്ക് 80% വരെ സബ്സിഡി. ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ കൂടുതൽ സബ്സിഡി കിട്ടും. ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർക്ക് 40-50% വരെ ഓരോ മിഷനറി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ആ സബ്സിഡിയും അവർക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അതുപോലെ സാർ, നമ്മുടെ ഈ കൃഷികളും അല്ലെങ്കിൽ കൃഷി ഉൽപ്പന്നങ്ങളും വിനോദസഞ്ചാരവുമായിട്ട് ബന്ധിപ്പിച്ച് എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വിനോദസഞ്ചാരവും ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത് വളരെ സാധ്യതകളാണ്. ഇതിനകത്ത് കർഷകന് വളരെയേറെ ഗുണങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഗുണം എന്ന് പറയുന്നത് അവൻ്റെ പ്രോഡക്റ്റുകൾ ആ സ്ഥലത്ത് വെച്ച് തന്നെ വിൽക്കാൻ കഴിയുന്നു. അവർക്ക് മാക്സിമം വില കിട്ടുന്നു. അവർക്ക് ഹോൾസെയിൽ എവിടെയെങ്കിലും ഹോൾസെയിൽ കൊടുക്കുകയാണെങ്കിൽ 50 രൂപ കിട്ടുവാണെങ്കിൽ ഇവർക്ക് നേരിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ 70 രൂപ 80 രൂപ, അത് ഏകദേശം ഇരട്ടിയോളം വില അവർക്ക് നേരിട്ട്. അങ്ങനെ ധാരാളം കർഷകർ നമ്മുടെ ഇടയിലുണ്ട്, അവരുടെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരിൽ ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായം ധാരാളം കർഷകർ അവലംബിച്ച് വരുന്നു. അതിലുപരി കൂടുതൽ പൈസ മുടക്കി വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കൃഷിമുറകൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചില വിനോദസഞ്ചാര മേഖലകളിൽ അതിനോടടുത്തുള്ള കൃഷിയിടങ്ങളിൽ അവർക്ക് ഈ വിദേശികൾക്കോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കാണെങ്കിലും വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അവിടെ തന്നെ അവർ പല രീതിയിലുള്ള കൃഷികൾ, അങ്ങനെയുള്ളവർ സാധാരണ ചെയ്യുന്ന ഒരു കൃഷിയല്ല, പല കൃഷികൾ. അപ്പോൾ അതിനകത്ത് ആനിമൽ ഹസ്ബൻഡറി ഉണ്ടാവാം, തേനീച്ച കൃഷി ഉണ്ടാവാം, കൂൺ കൃഷി ഉണ്ടാകാം, പിന്നെ മറ്റ് പച്ചക്കറി കൃഷി ഉണ്ടാകാം. ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു കൃഷിയായിരിക്കും. മീൻ കൃഷി ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം കാണാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരികയും ഇവരുടെ പ്രോഡക്റ്റിൽ വിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി വളരെയേറെ നേട്ടം ഉണ്ട്. ഇതൊരു നല്ല മേഖലയാണ്. ധാരാളം ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ക്വാറികൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് ചില ഫിഷിനെയൊക്കെ വളർത്തി അവിടുന്ന് നേരിട്ട് ഫിഷ് വാങ്ങിക്കുന്നതിനും അവിടെ തന്നെ പാചകം ചെയ്യുന്നതിനൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ധാരാളം സംരംഭങ്ങൾ വളർന്നു വരുന്നുണ്ട്. സാർ, അപ്പോൾ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൃഷിയോട് അടുക്കാനും അതൊരു കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ നമുക്കും നമ്മുടെ ചുറ്റുവട്ടുള്ളവർക്കും ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്തുവാണ് സാർ? അവർക്ക് കൊടുക്കാനുള്ള സന്ദേശമാണ് കൃഷി ഒരിക്കലും ഒരു നഷ്ടം അല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞ് പഠിക്കണം. കാര്യം ആ മേഖലയിൽ പൊതുവേ നമ്മൾ പറയുമ്പോൾ കൃഷി നഷ്ടമാണ് എന്ന് നമുക്ക് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ അവർ ഒരു ആലോചന ഇല്ലാതെ കൃഷി ചെയ്യുന്നെന്ന് പറയാനൊക്കത്തില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും കുറച്ചും കൂടെ ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യത്യസ്തപ്പെടുത്തി കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലാഭകരമാണ്. നേരത്തെ പറഞ്ഞ യുവാക്കൾ ധാരാളമായിട്ട് കടന്നു വരുന്ന മേഖല, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ കൃഷിക്ക് ധാരാളം സാധ്യതകളുണ്ട്. വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. അവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ, ഈ കർഷകർക്ക് വെറും സാധാരണ കർഷകർ എക്സ്പോർട്ട് ചെയ്യുന്ന കർഷകരുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് കൃഷി വകുപ്പും സഹായം കൊടുക്കുന്നുണ്ട്. അതിന് ലൈസൻസ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനൊക്കെയുള്ള സഹായങ്ങൾ കൃഷി വകുപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖല തിരഞ്ഞെടുത്ത് കൃഷിയിലേക്ക് ധാരാളം ആൾക്കാർ വരിക എന്നുള്ളതാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം വളരെ ലളിതമായിട്ട് കൃഷി വകുപ്പ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സാധാരണക്കാർ ഇനി കൃഷിയിലേക്ക് വരേണ്ട ആവശ്യകത ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിലോട്ട് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് റോഷൻ സാർ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനിയും യുവാക്കൾ ഒരുപാട് പേര് കൃഷിയിലേക്ക് തന്നെ വരണം. കാരണം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നല്ല ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മളിത് സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്ത് ആഹാരം ഉണ്ടാക്കി ഭക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എത്ര കാലം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആശ്രയിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം വീട്ടിൽ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെങ്കിലും വീട്ടിൽ ഉൽപ്പാദനങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അടുത്തൊരു പ്രോഗ്രാമിന് അടുത്തൊരു നല്ല ഗസ്റ്റുമായിട്ട് വരുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. റിനീഷ് ആൻ്റണി.